used this lip oil Tipsy Beautyയുടെ അതാണ് ഈ ഒരു ഇത്. And on my face I use this Cetaphilന്റെ face wash. പിന്നെ ഈ ഒരു മാക്സ് റിച്ചിൻ്റെ മോയ്സ്ചറൈസർ and this Eclipse in the sunscreen on my face. Don't mind my hair. This is what all I use, literally nothing else. Then your lip oil on my lip. Eyebrow fill ചെയ്തിട്ടില്ല, ഐസിലും ഒന്നും ചെയ്തിട്ടില്ല, ലാഷ് എക്സ്റ്റൻഷൻ ഉണ്ട്, അതർവൈസ് bare face. കണ്ടോ, യു ക്യാൻ സീ ദ ഗ്ലോ. ഇറ്റ്സ് ലൈക്ക് നോട്ട് ഒരു ഹൈലൈറ്റർ ഒന്നുമില്ല, അതാ ഒരു മോയ്സ്ചറൈസറിൻ്റെ അതിൻ്റെ ഒരു ഓയിലി സ്കിന്നിൻ്റെ ഒരു ഗ്ലോ. ദെൻ രാവിലെ തന്നെ നല്ല ഇടിയപ്പവും കടലക്കറിയൊക്കെ കഴിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി. അതായത് ഇന്ന് ഈവനിങ് ആണ് ആക്ച്വലി ഞാൻ ബാംഗ്ലൂർ പോകുന്നത്. അപ്പോൾ അന്ന് മോർണിംഗ് എനിക്ക് എമർജൻസി ആയിട്ട് എനിക്കെൻ്റെ ഡോക്ടറിനൊന്ന് പോയി കാണണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ ഇറങ്ങി. ഹോസ്പിറ്റലിൽ ചെന്ന എല്ലാം വളരെ പെട്ടെന്നായിരുന്നു, കാരണം ഫസ്റ്റ് എനിക്ക് വേണ്ടി മാത്രം അന്ന് അവർ അപ്പോയിൻമെൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് വേറെ അന്ന് യൂഷ്വലി അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്ന ദിവസമല്ല. എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇന്ന് വൈകുന്നേരം പോകുന്നുള്ളതുകൊണ്ടാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് തന്ന് അങ്ങനെ ഞാൻ പോയി എൻ്റെ മെഡിസിൻസ് ഒക്കെ വാങ്ങിച്ച് തിരിച്ച് ഞാനൊരു ഊബർ വിളിച്ചിട്ട് വന്നു. ബിക്കോസ് എനിക്ക് കുറേ ഇനിയും പാക്ക് ചെയ്യാനുണ്ടായിരുന്നു, കാരണം ഈവനിങ് 5 മണിക്കായിരുന്നു ട്രെയിൻ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ട്രിവാൻഡ്രം നോർത്ത് നിന്നായിരുന്നു നമുക്ക് സെൻട്രലല്ലായിരുന്നു ട്രെയിൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടുന്ന് അങ്ങ് പോകണമല്ലോ, ഒരു ഹാഫ് ആൻ അവർ 40 മിനിറ്റ്സ് എന്തായാലും എടുക്കും. ഹാഫ് ആൻ അവർ അത്രേ ഉള്ളൂ കാറിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ എന്നാലും നമ്മളൊരു 1 അവർ മുന്നേ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം എന്നാണ് എൻ്റെ അമ്മയുടെ ഒരു പോളിസി. ആൻഡ് ഐ ഡു അഗ്രി വിത്ത് ഇറ്റ്. ബിക്കോസ് ലാസ്റ്റ് മിനിറ്റ് നമ്മളങ്ങനെ അതും എനിക്ക് 2 പെട്ടിയുണ്ട്, അമ്മയ്ക്കൊരു വലിയ ബാഗുണ്ട്, എനിക്ക് വേറെ ഹാൻഡ് ബാഗുണ്ട്. സോ ഇതെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ വന്ന ഉടനെ പിന്നെ കുറച്ചും കൂടി സാധനങ്ങൾ ഈ ലാസ്റ്റ് മിനിറ്റ് മേടിച്ച എൻ്റെ മെഡിസിൻസും പിന്നെ ബാഗും ഒക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, ഹാൻഡ് ബാഗും കാര്യങ്ങളെല്ലാം. അതെല്ലാം ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്ത് വെച്ചു. ലൈക്ക് ആ ഒരു കുഞ്ഞി പെട്ടി, മറ്റേ പെട്ടി നിറച്ച് ഡ്രസ്സാണ് വെച്ചത്. അപ്പോൾ അത് ഓൾറെഡി പാക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു ചെറിയ പെട്ടി അങ്ങോട്ട് പാക്ക് ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്ക് ഞാൻ എപ്പോഴോ ഓർഡർ ചെയ്ത എനിക്ക് ഓർമ്മയേ ഇല്ല, ഒരു ഡ്രസ്സ് വന്നു. അതൊരു ഒരു 2 പീസ് സെറ്റാണ്. അപ്പോൾ അതൊരു കുർത്തിയാണ് കേട്ടോ, കോട്ടൺ കുർത്തി. ആൻഡ് അത് ഒബ്വിയസ്ലി അത് ഗ്രീൻ തന്നെ ആയി എങ്ങനെയോ, അതുകൊണ്ട് ഞാനതങ്ങ് റിട്ടേൺ ചെയ്തു. എനിക്ക് വലിയ കാര്യത്തിൽ അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ ഓക്കെ. പിന്നെ എനിക്ക് ഒരുപാട് ഗ്രീൻ ഉണ്ട്, പിന്നെ എന്തോ എനിക്ക് ഒരു ഇത് കാരണം ഞാൻ അതങ്ങോട്ട് പിന്നെ അങ്ങ് റിട്ടേൺ ചെയ്തു. പിന്നെ ഈ അതിസാഹസികമായി 2 പെട്ടിയും താഴെ കൊണ്ടുപോകുന്നതാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. ആൻഡ് പോകുന്ന ട്രാവൽ ആയതുകൊണ്ട് ഞാൻ അധികം മേക്കപ്പ് ഒന്നിട്ടില്ല, സ്കിൻ കെയർ മാത്രം ചെയ്ത് എൻ്റെ ലിപ് ബാം മുട്ടിട്ട് നമ്മളങ്ങോട്ട് ഇറങ്ങി. സൺ കിസ് മീ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദെൻ ഞങ്ങളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ ഒരു ഫ്രണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രണ്ടിൻ്റെ കൂടെ നമ്മളിങ്ങനെ പോയി, നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പോണ വഴി പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഉള്ളിവടയും മറ്റേ ഹോർലിക്സ് ആണ് കേട്ടോ, ചായയല്ല ഹോർലിക്സ് ആണ് കുടിച്ചത്. ബിക്കോസ് എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഉള്ളിവട ക്രേവിങ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് അവിടെ നിന്ന് അങ്ങനെ ഉള്ളിവടയൊക്കെ കിട്ടി. നമ്മൾ തിരിച്ച് വീണ്ടും റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നു. ആൻഡ് ദെൻ അവിടെ എത്തിയിട്ട് 2 പെട്ടിയും എൻ്റെ സ്വന്തം പെട്ടി ഞാൻ തന്നെ ചുമക്കും എന്നുള്ള പോലെ ഇല്ല, എപ്പോഴും എടുക്കുന്ന സമയത്ത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇത് പിന്നെ ഉരുട്ടാനാകുമ്പോൾ നമുക്കിങ്ങനെ സുഖമാണല്ലോ, 2 കൈയിലും ഇങ്ങനെ ഉരുട്ടിയിട്ട് പോകാൻ പറ്റുമല്ലോ. നമ്മൾ വന്നപ്പോൾ തന്നെ അവിടെ നിന്ന് എടുക്കുന്ന ട്രെയിൻ ആയതുകൊണ്ട് ഓൾറെഡി അവിടെ ട്രെയിൻ ഉണ്ടായിരുന്നു. ഞാൻ നടന്നപ്പോൾ ആ സൈഡിലുണ്ടായിരുന്ന ട്രെയിൻ തന്നെയായിരുന്നു ഞങ്ങൾക്ക് കയറേണ്ട ട്രെയിൻ. അപ്പോൾ അവിടെ ചെന്നു പെട്ടെന്ന് ട്രെയിനിൽ കയറി. ഒരു കറക്റ്റ് 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു. പറയാതിരിക്കാൻ വയ്യ, വൺ ഓഫ് ദ ബെസ്റ്റ് ട്രെയിൻ ജേണിയാണ് കേട്ടോ ഇത്. എല്ലാ മൺഡേ, വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ ട്രിവാൻഡ്രം ടു ബാംഗ്ലൂരുള്ള ഒരു ട്രെയിനാണ് ആക്ച്വലി ഇത്. അപ്പോൾ ഇത് ഭയങ്കര സുഖമാണ്, അതുകൊണ്ട് പോകാനും യാത്രയ്ക്കും എല്ലാം ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ആൻഡ് നമ്മൾ എടുത്തിട്ടുള്ളത് AC ട്രെയിനാണ്, ഫുൾ എല്ലാം AC തന്നെയാണ്. ആൻഡ് അവർ പ്രോപ്പർ ക്ലീൻ ആയിക്കോട്ടെ, ബാത്റൂമൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിരുന്നു. ആൻഡ് കറക്റ്റ് നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ യശ്വന്ത്പൂർ എത്തി. നമ്മൾ യശ്വന്ത്പൂരാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് എൻ്റെ കോളേജ് എന്ന് പറയുന്നത് അതിനടുത്തായതുകൊണ്ട് അവിടെ എത്തി. ആൻഡ് ഓക്കെ, ബൈ ദ വേ കുറേ വീഡിയോസിൽ ഏത് കോളേജ് എവിടെ എന്താണെന്നൊന്നും പറയാത്തത് ഞാൻ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ എവിടെ നിന്നാണ്, എൻ്റെ വയസ്സ് എത്രയാണ്, എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഇതിനകത്ത് ജസ്റ്റ് പറയാം. ഞാൻ ബാംഗ്ലൂർ ആചാര്യ കോളേജിലാണ് കേട്ടോ പഠിക്കുന്നത്. ആൻഡ് അവിടെയാണ് ഞാൻ അഡ്മിഷൻ എടുത്തത്. ഞാനിപ്പോൾ ഓറിയൻറ്റേഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ആൻഡ് ഇനിയും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു പോകും. ഓക്കെ, ആൻഡ് ഞങ്ങൾ രാവിലെ അവിടെ ചെന്നിട്ട് ഒരു റൂം എടുത്തു. ആൻഡ്
ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഊബർ മാത്രമേ എടുക്കാവുള്ളൂ. ഓട്ടോക്കാരെ അല്ലാണ്ട് ടാക്സി അല്ലാണ്ട് നമ്മൾ വിളിച്ച് അവരെന്തായാലും പറ്റിക്കും. നമ്മൾ ആചാര്യ കോളേജിന് അടുത്ത് പോകണം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആചാര്യ കോളേജിന് അടുത്തൊന്നും ഒരു ഹോട്ടലില്ല, റൂമില്ല, അങ്ങനെ ഏതോ കാട്ടുമുക്കില്ലെന്നൊക്കെ പറഞ്ഞ് ഞാൻ പേടിച്ചു പോയി ആക്ച്വലി. എന്നിട്ട് നമ്മൾ അടുത്ത് വേറൊരു റൂം എടുത്തു. അവർ തന്നെ കൊണ്ടാക്കിയ ഒരു റൂമായിരുന്നു. അങ്ങനെ അവിടെ പോയിട്ട് നമ്മൾ സ്റ്റേ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് അവർ തന്നെ നമുക്ക് ആ ഒരു സെയിം ഓട്ടോ ഡ്രൈവർ തന്നെ വേറൊരു ഓട്ടോ അറേഞ്ച് ചെയ്തു തന്നു. ആൻഡ് നമ്മളെ കയ്യിൽ നിന്ന് ഓൾമോസ്റ്റ് 500 രൂപ അടുപ്പിച്ച് വാങ്ങിച്ചു. നമ്മൾ പോയി, നമ്മൾ അവിടെ കോളേജിൽ പോയപ്പോൾ അധികം ഇയാൾ ഏതൊക്കെയോ വഴിയാണ് നമ്മളെ കൊണ്ടുപോയത് ആദ്യം. പക്ഷേ നമ്മൾ വിചാരിച്ചു ഓക്കെ ഇതാണ് ഒറിജിനൽ വഴി എന്നുള്ള പോലെ. പിന്നെ നമ്മൾ കോളേജിൽ പോയി അഡ്മിഷൻ എല്ലാം എടുത്തിട്ട് നമ്മൾ തിരിച്ചു വന്ന് ഉച്ചയായപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഒരു ഉച്ചയല്ല, ഒരു വൈകുന്നേരമായി, 3 മണി ആ സമയമായി. ഞങ്ങൾ പോയിട്ട് ഒരു ഫുഡ് കഴിച്ചു. അതാണെങ്കിൽ കുഴപ്പമില്ല, ഭയങ്കര എരിവായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഫുഡെല്ലാം ഭയങ്കര അഫോർഡബിൾ ആട്ടോ, ഭയങ്കര ഫുഡിന് അധികം വിലയൊന്നും നമുക്ക് ആയിട്ടില്ല. ഓക്കെ, എന്നിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് പിറ്റേ ദിവസം മോർണിംഗ് ആയപ്പോൾ ഇതിനടുത്ത് എനിക്ക് അഡ്മിഷന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇറങ്ങി വന്ന സമയത്ത് തന്നെ ആ ഒരു ഊബർകാരൻ പറഞ്ഞു ഇത് കുറേ ഉള്ളിലുള്ള കോളേജാണ്. ആൻഡ് വേറൊരാളും പറഞ്ഞു ഇത് ഭയങ്കര ബാംഗ്ലൂരൊന്നും അല്ല, ഇത് വേറെ എവിടെയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ച് കുറേ പേര്. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, ഇനി ഇത് ഞാൻ എടുത്തത് എന്തോ ഇങ്ങനെ തെറ്റായിപ്പോയോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടെൻഷനിലായിരുന്നു. അഡ്മിഷൻ പ്രോസസ്സ് എല്ലാം ഓൺലൈൻ ത്രൂ എടുത്തത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമാവുമോ എന്നൊക്കെ പേടിച്ചിട്ട് എനിക്കൊരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്ത് നമ്മളെ റൂമിനടുത്ത് തന്നെ ഒരു ഗായത്രി ദേവി ടെമ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എല്ലാം ശരിയാവുകയാണെങ്കിൽ നമ്മൾ അമ്പലത്തിൽ കയറിയിട്ട് പ്രാർത്ഥിക്കാന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ അവിടെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയപ്പോൾ എല്ലാ അഡ്മിഷനെല്ലാം അന്ന് പോയപ്പോൾ തന്നെ അഡ്മിഷനെല്ലാം സെറ്റായി. നെക്സ്റ്റ് ഡേ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഞാൻ ഊബർ ഇട്ട സമയത്ത് നമുക്ക് 200 സംതിങ് രൂപ എന്തോ ആയുള്ളൂ യശ്വന്ത്പൂരിൽ നിന്ന് എൻ്റെ കോളേജിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അത്രയും ലാഭമായിരുന്നു. ആൻഡ് അത് വാസ് ലൈക്ക് ഞങ്ങൾക്കപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനുള്ള പ്രൈസാണ് അയാൾക്ക് ഒരു വട്ടം കൊടുത്തത്. ആൻഡ് നമ്മൾ ഈ ഊബർ ഇട്ട ഓട്ടോക്കാരൻ നമ്മൾ ഹൈവേ റോഡ് വഴിയെ കൊണ്ടുപോയി. നമ്മൾ മെട്രോ കാണുന്ന, ഐക്യ കഴിഞ്ഞ് കുറച്ചും കൂടെ പോകുമ്പോഴത്തേക്കൊക്കെ അതിനാവും. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ പോകേണ്ട റൂട്ടിനാണ് ഇയാൾ ഏതൊക്കെയോ നമ്മളെ കാട്ടിലൂടെയൊക്കെ കൊണ്ടുപോയി. ഞാൻ ലിറ്ററലി പേടിച്ചു പോയി ആദ്യ സമയത്ത്. ആൻഡ് അങ്ങനെ പിന്നെ ഈ ഒരു ഫുഡ് ഭയങ്കര അടിപൊളിയായിരുന്നു. ഇന്നലെ നമ്മൾ കഴിച്ച സെയിം സ്ഥലത്ത് തന്നെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. ആൻഡ് അതൊക്കെ കഴിച്ചിട്ട് അഗെയിൻ വീണ്ടും ഇറങ്ങി ബിക്കോസ് PG നോക്കാൻ വേണ്ടി. നമ്മൾ ഇന്നലെ കുറച്ച് PG നോക്കിയായിരുന്നു, പക്ഷെ അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു PG നോക്കാൻ വേണ്ടിയിട്ട് പെട്ടിയും പ്രമാണവും എല്ലാം എടുത്തിട്ട് ഒരു പെട്ടി അവിടെ വെച്ചിട്ട് വരാം എന്നുള്ള രീതിയിൽ ഞാനും അമ്മയും കൂടി എന്താ പറയുക PGയും തപ്പിയിട്ട് ഇറങ്ങി. വൈകുന്നേരം ആയിരുന്നു എൻ്റെ ഓറിയൻറ്റേഷൻ വരുന്നത്, 3:30 സംതിങ് ഒക്കെ ആകുമ്പോൾ. അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ട് പെട്ടിയൊക്കെ അവിടെ വെച്ചിട്ട് നമുക്ക് പിന്നെ കോളേജിൽ പോയിട്ട് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അവിടെ ഇരിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുള്ളതുകൊണ്ട് നമ്മളവിടെ കറങ്ങാനും ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മെട്രോ ഒക്കെ ഭയങ്കര അടുത്താണ്, എൻ്റെ മെട്രോ കോളേജിൽ നിന്നൊക്കെ ഭയങ്കര അടുത്താണ്. അത്യാവശ്യം എല്ലാ ട്രാവലിൻ്റെ ഇതും ഉണ്ട്. എന്നിട്ട് ഞാൻ പേടിച്ച് പോയി ലിറ്ററലി. ഫസ്റ്റ് ഡേ ഒക്കെ ഞാൻ ഭയങ്കര ഇതെന്തോ ഞാൻ പെട്ട് എൻ്റെ പൈസ പോയി അങ്ങനെയൊക്കെ ഉള്ള രീതിയിലായിരുന്നു. ബിക്കോസ് ഞാൻ തന്നെയാണ് ഫുൾ ത്രൂ ഔട്ട് ദ പ്രൊസീജിയർ അഡ്മിഷൻ എടുക്കാൻ എടുത്തത്. പിന്നെ എന്ന് പറയുമ്പോൾ ആചാര്യ എന്ന് പറഞ്ഞ കോളേജ് ഭയങ്കര ഫേമസ് ആണ്. എല്ലാവർക്കും ആചാര്യ എന്ന് പറയുമ്പോൾ കുറേ പേർക്കെങ്കിലും കേട്ട് പരിചയമുള്ള കോളേജാണ്. അപ്പോൾ അങ്ങനെ തെറ്റാൻ വഴിയില്ലല്ലോ, ഇവരെന്താ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ ഇറ്റ് വാസ് ലൈക്ക് ഓക്കെ, എല്ലാം അവിടെ ചെന്ന് കോളേജ് കണ്ടപ്പോൾ ഐ വാസ് ഹാപ്പി. ആൻഡ് എൻ്റെ PG വരുന്നത് ഫസ്റ്റ് ഗേറ്റിൻ്റെ തൊട്ടടുത്താണ്. ആൻഡ് ഒരു വളവ് കഴിഞ്ഞ് തിരിയുമ്പോൾ 3rd ഗേറ്റ്. ഫസ്റ്റ് ഗേറ്റിൽ നമുക്ക് മോർണിംഗും ഈവനിങ്ങും മാത്രമേ എൻട്രി എക്സിറ്റ് ഉള്ളൂ. പക്ഷേ 3rd ഗേറ്റിൽ നമുക്ക് എപ്പോഴാണെങ്കിലും പുറത്തിറങ്ങാമെന്നുള്ള പോലെ. അതുകൊണ്ട് PG അതിനടുത്ത് തന്നെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് PGനെ ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ അവിടെ പോയി സെറ്റിലാകുമ്പോൾ PGയുടെ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചു തരാം കേട്ടോ. ബിക്കോസ് ആർക്കെങ്കിലും ഒക്കെ ആഗ്രഹം ഉണ്ടാവുമല്ലോ ലൈക്ക് ഈ കോളേജിനെ പറ്റി അറിയണം എന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഓറിയൻറ്റേഷൻ തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ പോയൊരു ഷേക്ക് കുടിച്ചു. ഞാൻ വാങ്ങിച്ചത് നല്ലതായിരുന്നു, ഷേക്ക് അല്ല ഫെലൂഡ ആയിരുന്നു. അമ്മ കുടിച്ചത് അത്ര ഒരു രസമുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ക്യാമ്പസ് വഴി നടന്ന് ഞങ്ങളുടെ ഓഡിറ്റോറിയം ഒക്കെ കണ്ടുപിടിച്ച് അവിടെ വന്നു. ഞങ്ങളുടെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് എന്താണ് സ്ട്രീംസ്, ലൈക്ക് ആ കോളേജ് ഇത്രയാണ് ഇങ്ങനെയാണ്, അവരുടെ എന്താ പറയുക NAAC അപ്രൂവൽ കിട്ടിയതും അതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ക്യാമ്പസ് ടൂർ അല്ലെങ്കിൽ ക്യാമ്പസ് വിസിറ്റ് ഉണ്ടായിരുന്നു. ഇന്ന ബിൽഡിംഗ് ഇന്നതിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്യാമ്പസിനകത്ത് ജിമ്മൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് കാണിച്ചിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഓറിയൻറ്റേഷൻ കഴിഞ്ഞപ്പോൾ 6 മണി 4:30 തീരുമെന്ന് പറഞ്ഞ ഓറിയൻറ്റേഷനാണ്. എന്നിട്ട് ഞങ്ങൾ നേരെ എനിക്കിങ്ങനെ ഞാൻ ക്ഷീണിച്ച് എൻ്റെ മുഖം കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ഞങ്ങൾ പോയിട്ടൊരു ജ്യൂസും ഫ്രഞ്ച് ഫ്രൈസൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഞങ്ങൾ PGയിൽ ചെന്നിട്ട് എൻ്റെ ഒരു പെട്ടിയും ബാഗ് മാത്രം എടുത്തിട്ട് വന്നു. ആൻഡ് ദെൻ പിന്നെയാണ് ഇത് ഏറ്റവും പെട്ട പാർട്ട്. അതായത് ഞാൻ മടിവാളയിൽ നിന്ന് അവിടെ എൻ്റെ കോളേജിൽ മടിവാളയിലോട്ട് ഇട്ടപ്പോൾ ഒരു 40 മിനിറ്റ് പെട്ടെന്ന് അങ്ങ് എത്തും എന്നുള്ള രീതിയിലായിരുന്നു. എനിക്കറിയാവോ ബാംഗ്ലൂർ ട്രാഫിക് എന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇത്രയും ഇതാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞങ്ങളാണെങ്കിൽ ഊബർ വിളിച്ചിട്ട് വരുന്നില്ല, ഊബറൊന്നും അവർ പറയുന്നത് ഈ ട്രാഫിക്കിൽ വരില്ല എന്നുള്ള രീതിയിൽ. പിന്നെ ഞങ്ങൾക്ക് എങ്ങനെയോ ഒരു ഓട്ടോ കിട്ടി.
ആ ഓട്ടോയിൽ കയറിയിട്ട് നമ്മൾ ഈ ട്രാഫിക്കിൽ ഇരുന്നിരുന്ന് 1.5 മണിക്കൂർ ഞങ്ങൾ ഇരുന്നിട്ടുണ്ട് ഈ ഓട്ടോയിൽ. നടുവൊക്കെ പോയി, ആക്ച്വലി ലിറ്ററലി പോയി. അങ്ങനെ എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് ബസ്സിലൊക്കെ കയറി ഞങ്ങൾ പിറ്റേന്ന് ട്രിവാൻഡ്രത്തോട്ടുള്ള ബസ്സിൽ കയറിയിട്ടു. ആൻഡ് ബസ് ട്രാവൽ വാസ് സോ നൈസ്, ലൈക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. GA80 എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ബസ്സാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് എന്നിട്ട് എന്താ മോർണിംഗ് ഒരു 7 o'clock ആയപ്പോൾ 7:30 8 ഒക്കെ ആയപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം സ്ഥലത്തെത്തി. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ.